ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെയും എൻ്റെയും ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നേരിട്ട് CV കളക്ട് ചെയ്യുന്ന ഒരു ദിവസത്തെക്കുറിച്ച്. അത് ഈ ആഴ്ചയിൽ നമ്മളൊരു ദിവസം ഫിക്സ് ചെയ്യും. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇന്നായിരിക്കും ഇടുക. കാരണം 2 ദിവസമായിട്ട് നല്ല ബിസിയാണ്. അതേപോലെ തന്നെ ചെറിയ പനിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ദിവസങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് വീട് മാറുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഞാൻ CVകൾ കളക്ട് ചെയ്യുക. ഞാൻ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ടാവും. അവിടെ നമുക്ക് കുറച്ച് ആളുകൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ സംസാരിക്കാനാണെങ്കിലും എല്ലാത്തിനും സമയമുണ്ടാവും. പക്ഷെ ഒരു വാടകയ്ക്ക്, അതേപോലെ തന്നെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള നിലമ്പൂർ പോത്തുകല്ല് പാതാറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ CV മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദിവസം ഞാൻ കൃത്യമായിട്ട്, അതേപോലെ തന്നെ വരേണ്ട വഴികൾ, രീതികൾ, കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക വാട്സപ്പ് വഴി. അതല്ലെങ്കിൽ മെയിൽ ID കളാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ CV മെയിൽ ചെയ്ത് കൊടുക്കുക. CV വാട്സപ്പ് വഴി വിടുമ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങളൊരു ചെറിയൊരു വോയിസ് മെസ്സേജും കൂടി നിങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നേരിട്ട് ഞാൻ CV മേടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എന്നെ നേരിട്ട് അറിയിക്കുന്ന കുറച്ച് ജോബ് വേക്കൻസികളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസികളിൽ നമ്മൾ ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിങ്ങളെ നേരിട്ട് കണ്ട ഒരു പരിചയവും, അതേപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് എന്നെ നേരിട്ട് വന്ന് കാണുന്ന ആളുകൾക്ക് ജോലി എത്തിച്ചു കൊടുക്കാനും കഴിയുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വഴിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒക്കെ ജോബ് തട്ടിപ്പുകൾ, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഈ ആളുകളിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ, ആളുകളെ പറ്റിക്കുക, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ പൈസ മേടിച്ചിട്ടുള്ള പരിപാടിയല്ല. എന്നെ ഫ്രീ ആണെന്ന് പറഞ്ഞ് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പണം ആവശ്യം വരുന്ന, അല്ലെങ്കിൽ പണം സർവീസ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ജോബ് വേക്കൻസികളൊന്നും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാറില്ല. അതേപോലെ തന്നെ തലപാത്ത് എന്ന് പറയുന്ന ഒരു ഡെലിവറി സ്ഥാപനമുണ്ട്. അപ്പോൾ അതിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. അത് ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ, അതും അതേപോലെ തന്നെ എന്നാണ് നമുക്ക് ഇതേപോലെ ഒരു CV കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കറക്റ്റ് ആയിട്ട് ഞാൻ 2 വീഡിയോകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യും. അതിന് 2 വീഡിയോസിൻ്റെയും ആവശ്യക്കാർ വരേണ്ടത് പക്ഷേ ഒരു ദിവസം തന്നെയാണ്. കാരണം എനിക്ക് ദിവസങ്ങളില്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് 2 ദിവസമായിട്ട് ഞാൻ വെച്ചേനെ. ഈ 10 ദിവസത്തെ ലീവിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ. അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ നമ്പറുകൾ ഞാൻ ഒരു ഷോർട്സിലും പിന്നെ ഇന്നലത്തെ ലോങ് വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട്. സമയക്കുറവ് കാരണമാണ് സത്യം പറഞ്ഞാൽ കുറേ കോളുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.